വിജയ കുടിയേറ്റ യാത്രയുടെ പ്രതീകമായ കപ്പൽ മാതൃക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച് നവജ്ഞാനായ ദമ്പതികൾ. റോമിൽ വെച്ച് നവദമ്പതികളുമായുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക കൂടിക്കാഴ്ചയിലായിരുന്നു കോട്ടയം അതിരൂപതയിലെ ചെറുകര ഇടവകാംഗങ്ങളായ പാറയിൽ ലിബിൻ ജോസും മിരാൾഡയും മാർപ്പാപ്പയ്ക്ക് സ്നേഹസമ്മാനം നൽകിയത്. ലിബിനും മിരാൾഡയും മാർപ്പാപ്പയ്ക്ക് സമ്മാനം കൈമാറുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ സാധിച്ചത് ജീവിതത്തിൽ തങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹ നിമിഷമായിരുന്നെന്ന് ലിബിൻ മിരാൾഡ ദമ്പതികൾ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. വിവാഹശേഷം 6 മാസത്തിനുള്ളിൽ കത്തോലിക്ക നവദമ്പതികൾക്ക് മാർപ്പാപ്പയെ സന്ദർശിക്കാനുള്ള അവസരമുണ്ടെന്നും സാധിക്കുന്ന എല്ലാ നവദമ്പതികളും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ സാധിച്ചത് ഞങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് AD 345 പ്രേക്ഷിത ലക്ഷ്യവുമായിട്ട് കേരളത്തിലേക്ക് കുടിയേറിയ ഗ്രാനായ സമുദായ അംഗങ്ങളെന്ന നിലയിൽ ഞങ്ങളുടെ കുടിയേറ്റത്തിന്റെ പ്രതീകമായ അല്ലെങ്കിൽ കുടിയേറ്റ വർഷമായ AD 345 എന്ന ആലേഖനം ചെയ്ത് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു കപ്പലും മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കാനായിട്ട് സാധിച്ചു. വളരെ കൗതുകത്തോടു കൂടിയാണ് മാർപ്പാപ്പ അത് നോക്കിയതും അത് ബ്ലസ് ചെയ്തതും അത് സ്വീകരിച്ചതും. അതുപോലെ തന്നെ കേരളത്തിന്റെ ഒരു മാതൃകയും ഞങ്ങൾ സമ്മാനമായിട്ട് മാർപ്പാപ്പയുടെ കൊടുത്തിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട നവദമ്പതികളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പം വളരെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ കത്തോലിക്കർക്കും മാർപ്പാപ്പയെ ഇത്തരത്തിൽ കാണാനായിട്ടുള്ള ഒരു അവസരം ഉള്ളതാണ്. കല്യാണം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എല്ലാ കത്തോലിക്ക നവദമ്പതികൾക്കും മാർപ്പാപ്പനെ കാണാനുള്ള അവസരമുണ്ട്. അതിനായി നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ നിന്നുള്ള മാരേജ് സർട്ടിഫിക്കറ്റും കല്യാണ ഫോട്ടോയും എല്ലാം കൂടെ വത്തിക്കാൻ്റെ സൈറ്റിൽ കയറി പൂരിപ്പിച്ച് കൊടുത്തു കഴിയുമ്പം അവരുടെ റിപ്ലൈ ആയിട്ട് ഒരു മെയിൽ വരും. എന്നിട്ട് നമുക്ക് ടിക്കറ്റ് എന്ന് മേടിക്കാമെന്നുള്ള ടൈമും കാര്യങ്ങളെല്ലാം വരും. അപ്പം വത്തിക്കാനിൽ പോയി നമ്മൾ ടിക്കറ്റ് മേടിക്കുക. പിന്നെ ആ ദിവസം ഓഡിയൻസിൻ്റെ സമയത്ത്, അതായത് പപ്പനെ കാണാനുള്ള അവസരത്തിൻ്റെ സമയത്ത് നമ്മൾ കല്യാണ ഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ പപ്പനെ കാണാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ലിബിൻ KCYL മുൻ അതിരൂപത പ്രസിഡന്റും നിലവിലെ അതിരൂപത യൂത്ത് കമ്മീഷൻ അംഗവുമാണ്. മിരാൾഡ KCYL ജർമ്മനിയുടെ ബയേൺ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റുമാണ്. അതേസമയം കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതുമെല്ലാം ഇവർക്ക് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്.